സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഐശ്വര്യ കാറിലേക്ക് കയറാൻ പറഞ്ഞപ്പോൾ ഒരു എതിർപ്പും കാണിക്കാതെ രാധിക മിണ്ടാതെ കാറിലേക്ക് കയറിയിരിക്കുവാണ് കേട്ടോ. ഇത് കണ്ട് സോണിയും ഐശ്വര്യം മാലതിയൊക്കെ ആകെ അന്തപ്പെട്ട് നിൽക്കുവാണ്. സോണിയ ചോദിക്കണേ, എന്ത് പറ്റും മാഡം, ഇവളെന്താ ഒരെതിർപ്പ് പോലും പ്രകടിപ്പിക്കാതെ മിണ്ടാതെ അങ്ങ് കയറിപ്പോയത്? എല്ലാവരും കൂടി ഇവളെ ഇറക്കി വിട്ടപ്പോൾ ഇവളുടെ സമനില നഷ്ടപ്പെട്ടോ? ഇവൾക്ക് എന്ത് തന്നെ സംഭവിച്ചാലും എനിക്കെന്താ കുഴപ്പം? എന്താണെങ്കിലും ഞാൻ ആഗ്രഹിച്ച കാര്യം നടക്കണം. ഇന്നത്തോടെ എല്ലാ പ്രമാണത്തിലും ഞാൻ ഇവളെ കൊണ്ട് ഒപ്പിടിപ്പിക്കും. പിന്നെ ഇവള് ചാവുകയോ ജീവിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. വന്ന് വണ്ടി കയറ്. അങ്ങനെ ഒരു വണ്ടിയെടുത്ത് അവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് യശോദ രാവിലെ എണീറ്റ് റൂമിലും വീട്ടിലെല്ലായിടത്തും രാധിക തിരികുകയാണ് കേട്ടോ. അങ്ങനെ രാധികയെന്ന് വിളിച്ച് മുറ്റത്തും എല്ലായിടത്തും അന്വേഷിക്കുവാണ്. അങ്ങനെ അവിടെയൊന്നും രാധികയില്ലെന്ന് യശോദക്ക് മനസ്സിലാകുവാണ് കേട്ടോ. ഈ സമയം മുത്തശ്ശിയാണെങ്കിൽ യശോദയുടെ ബഹളമൊക്കെ കേട്ട് മുറ്റത്തേക്ക് വരുമായിരിക്കും. എന്താ രാവിലെ തന്നെ എന്തിനാ നീ ആ നാശം വിളിച്ചവരുടെ പേരും വിളിച്ച് നടക്കുന്നത്? അമ്മേ, രാധിക മോളെ ഇവിടെ ഒന്നും കാണുന്നില്ല. ഞാൻ കരുതി ഇന്നലെ രാത്രി തന്നെ അവൾ അകത്ത് കയറി വന്ന് കിടന്നിട്ടുണ്ടാകുമെന്നാ. ദേവട്ടൻ്റെ ദേഷ്യം കാരണം ഞാൻ പോയി ഇറങ്ങി നോക്കാഞ്ഞത്. ഭഗവാനെ, ഇവിടെയൊന്നും അവളെ കാണുന്നില്ല. ഇനിയിപ്പോൾ എവിടെ ചെന്ന് അന്വേഷിക്കുക? എൻ്റെ കുട്ടിക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഈ സമയം മുത്തശ്ശേരനെ, എടി അവൾ എങ്ങോട്ടാണെന്ന് വെച്ചാൽ പോയിട്ടുണ്ടാവും. അതിന് നിനക്കിപ്പോൾ എന്താ കുഴപ്പം? എത്രയോ നാളായിട്ട് ഞാൻ അവളോട് പറഞ്ഞതാ. അവസാനം അവളെ ഇവിടെ നിന്ന് പോയല്ലോ, സമാധാനമായി. ഈ സമയം യശോദ പറയണേ, ദേവട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞത് അവളുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടാവും. അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. എൻ്റെ കുട്ടി എന്തെങ്കിലും കടുങ്ക ചെയ്യുമെന്ന് എൻ്റെ ടെൻഷനും ഭയമൊക്കെ. അതേക്കുന്നത് മുത്തശ്വരനെ, അവൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന എൻ്റെ പ്രാർത്ഥന. അതോടുകൂടി അവളുടെ ശല്യം എന്നേക്കുമായിട്ട് അങ്ങ് തീർന്നു കിട്ടുമല്ലോ. അമ്മേ, ഇങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ പറയും, നിനക്കെന്താടി? ആർക്കും എവിടെയോ ജനിച്ചതല്ലേ, അല്ലാതെ സ്വന്തം കൊച്ചൊന്നും അല്ലല്ലോ. പിന്നെ അവൾ ചത്താലും ജീവിച്ചാലും നിനക്കെന്താ കുഴപ്പം? ഈ സമയം യശോദ ദേഷ്യത്തിൽ അവിടെ നിന്നും പോകുവാണ് കേട്ടോ. അങ്ങനെ റൂമിലേക്ക് എത്തുന്ന യശോദ അവിടെ ഇരിക്കുന്ന രാധികയുടെ ഫോണൊക്കെ കാണുമോ? അത് ശരി, അപ്പോൾ എല്ലാം തീരുമാനിച്ച് എല്ലാം ഉപേക്ഷിച്ച് തന്നെയാണല്ലേ പോയത്. ഇനിയിപ്പോൾ അവൾ എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക? ഇനി ഫിദ മാഡത്തിൻ്റെ അരികിലേക്ക് വല്ലതും ആയിരിക്കുമോ? ഒന്ന് വിളിച്ചു നോക്കാം. അങ്ങനെ പറഞ്ഞ് യശോദ ഫോണെടുത്ത് ഫിദയുടെ നമ്പറിലേക്ക് വിളിക്കുവാണ്. ഈ സമയം പരിചയമില്ലാത്ത നമ്പർ ആയതുകൊണ്ട് തന്നെ ശ്യാമ സംശയത്തോടെ ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ. ഈ സമയം യശോദ പറയണേ, ഹലോ, ഇത് ഞാനാ യശോദ, രാധിക മോളുടെ അമ്മ. രാധിക മോള് അങ്ങോട്ടെങ്ങാനും വന്നാനോ? ഇല്ല. എന്താ അങ്ങനെ ചോദിച്ചത്? മോൾക്ക് എന്താ പറ്റിയത്? അന്നേരം യശോദ പറയണേ, അത് പിന്നെ മോളെ ഇന്നലെ രാത്രി മുതൽ ഇവിടെ കാണുന്നില്ലെന്നോ? നിങ്ങൾ എന്തൊക്കെയോ പറയുന്നത്? അത് ഇന്നലെ ഇവിടെ രാധിക മോളും അച്ഛനും തമ്മിൽ ചെറിയ ചില പ്രശ്നങ്ങൾ നടന്നു. അച്ഛൻ മോളെ വഴക്ക് പറഞ്ഞു. അതിൻ്റെ ദേഷ്യത്തിൽ മോള് പുറത്തിറങ്ങി നിൽക്കുമായിരുന്നു. ഞങ്ങൾ കരുതിയത് രാത്രി തന്നെ അവളെ അകത്ത് കയറി റൂമിൽ കയറി കിടന്നിട്ടുണ്ടാവുമെന്നാ. പക്ഷേ രാവിലെ എണീറ്റ് നോക്കിയപ്പോഴാണ് അവൾ വീട്ടിലൊന്നും ഇല്ലെന്ന് മനസ്സിലായത്. അവളിനി അങ്ങോട്ടേക്ക് എങ്ങാനും വന്നിട്ടുണ്ടോ എന്നുള്ള സംശയത്തിലാണ് ഞങ്ങൾ അങ്ങോട്ട് വിളിച്ച് നോക്കിയത്. ഭഗവാനെ, എൻ്റെ മോൾക്ക് എന്താ സംഭവിച്ചത്? അവൾ എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക? ഞങ്ങൾക്കും അറിയില്ല. രാധിക ഇങ്ങോട്ട് വന്നിട്ടില്ലെങ്കിൽ പിന്നെ പോകാനുള്ള ഒരു സ്ഥലം കണിമംഗലമാണ്. അവിടെ വിളിച്ച് അന്വേഷിച്ചായിരുന്നു എന്ന് ശ്യാമ ചോദിക്കുക. ഈ സമയം യശോദ പറയണേ, ഞങ്ങളോട് വിളിച്ചിരുന്നു. രാധിക മോള് അവിടെയും എത്തിയിട്ടില്ല. ഞാനും ദേവേട്ടനും കൂടി അവളെ അന്വേഷിച്ച് ഇറങ്ങാൻ തുടങ്ങുവാണ്. ഈ സമയം ശ്യാമ പറയണേ, ഞങ്ങളും ഇപ്പം തന്നെ ഇറങ്ങാം. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞങ്ങൾ വിളിച്ച് പറയാം. അങ്ങനെ പറഞ്ഞ് ശ്യാമ വേഗം തന്നെ കോൾ കട്ട് ചെയ്യുവാണ്. ഈ സമയം അമൃത അവിടെ ഉണ്ടാകും കേട്ടോ. എന്താ പറ്റിയത് ശ്യാമേ? ഏട്ടത്തി, എൻ്റെ മോള് അവളെ ഇന്നലെ രാത്രി തൊട്ട് കാണാനില്ലെന്ന്. അവർക്ക് എന്തൊരു ഉത്തരവാദിത്വം ഉള്ളത്? അല്ലെങ്കിലും അവർ പ്രസവിച്ച മോളൊന്നും അല്ലല്ലോ. ഭഗവാനെ, എൻ്റെ കുഞ്ഞ്. അവിടെ രാധിക മോളും മോളുടെ അച്ഛനും തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായി പോലും. രാത്രിയിൽ അവൾ കയറി വീടിൻ്റെ ഉള്ളിൽ കയറി ഉറങ്ങിയിട്ടുണ്ടാകും എന്നൊക്കെ അവർ വിചാരിച്ചു എന്ന്. അവർക്കങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ശ്യാമേ, നീ ടെൻഷൻ ആവാതിരിക്കുക. നമുക്ക് മോളെ അന്വേഷിക്കാം. ഇപ്പം തന്നെ ഇറങ്ങാം. അവരെ തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട. ഇത്തരം നാളും രാധികയെ ഒരു പൊറൽ പോലും ഏൽക്കാതെ നോക്കി വളർത്തിയത് അവരല്ലേ. നമുക്ക് രാധികയെ കണ്ടെത്താം. ശ്യാമ വാ. അങ്ങനെ ശ്യാമയും അമൃതയും കൂടി രാധികയെ അന്വേഷിച്ച് പല സ്ഥലങ്ങളിലും തിരയുവാണ്. അങ്ങനെ രാധികയുടെ ഫോട്ടോ കാണിച്ച് പലരുടെ അരികിലും ഓട്ടോക്കാരുടെ അരികിലും അങ്ങനെ അന്വേഷിക്കുവാണ് കേട്ടോ. ഈ സമയം കുറേ നേരം അന്വേഷിച്ചിട്ടും രാധികയെക്കുറിച്ച് ഒരു വിവരവും കിട്ടുന്നില്ല. അങ്ങനെ ശ്യാമാകെ തകർന്ന് നിൽക്കുക. ഏട്ടത്തി, എവിടെയാണ് എൻ്റെ മോളെ കണ്ടെത്താനായിട്ട് പറ്റിയില്ലല്ലോ. ഫിദയുടെ വേഷത്തിൽ നിൽക്കുമ്പോൾ അവളോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാ, എന്ത് പ്രശ്നമുണ്ടെങ്കിലും എൻ്റെ അരികിലേക്ക് ഓടി വരണമെന്ന്. എന്നിട്ട് എന്താ ഏട്ടത്തി, എൻ്റെ മോള് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിട്ട് എൻ്റെ അരികിലേക്ക് വരാഞ്ഞത്? അങ്ങനെ സങ്കടത്തോടെ നിൽക്കുവാണ് കേട്ടോ ശ്യാമ. ഈ സമയം അമൃത ഓരോന്നൊക്കെ പറഞ്ഞ് ശ്യാമയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അമൃത പറയുവാണ്, അച്ഛനെന്ന് പറഞ്ഞാൽ രാധികയ്ക്ക് ജീവനല്ലേ. ആ അച്ഛൻ രാധികയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടിക്കത് താങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇനി അവൾ എന്തെങ്കിലും അബദ്ധം. ഏട്ടത്തി, ശ്യാമ പേടിക്കണ്ട. എൻ്റെ മനസ്സിലുള്ളൊരു സംശയം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഭഗവാന്റെ പ്രിയപ്പെട്ട കുട്ടിയല്ലേ രാധിക. ഭഗവാൻ തന്നെ രാധികയെ സംരക്ഷിച്ചോളും. നമുക്ക് കണ്ടെത്താൻ പറ്റും രാധികയെ.
നീ സമാധാനത്തോടെ ഇരിക്കുക. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും കേട്ടോ ഐശ്വര്യയുടെ കാറ് അതുവഴി പോകുന്നത്. അമൃത ശ്രദ്ധിക്കുന്നത് കാറിൻ്റെ ഉള്ളിലിരിക്കുന്ന രാധികേനെയും അമൃത കാണുക. ദേ ശ്യാമേ, ഐശ്വര്യയുടെ കാറല്ലേ പോകുന്നത്, അതിൻ്റെ ഉള്ളിൽ രാധിക മോൾ ഇരിക്കുന്നുണ്ട്. ഭഗവാനെ, ഐശ്വര്യയുടെ കയ്യിലാണോ എൻ്റെ മോളെ കിട്ടിയത്? എടുത്തി വേഗം വണ്ടി കയറ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി വണ്ടി കയറിയിട്ട് ഐശ്വര്യയുടെ വണ്ടീനെ ഫോളോ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ഈ സമയം രാധികയാണെങ്കിൽ കൈ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് ഐശ്വര്യയുടെ വണ്ടിയുടെ തൊട്ട് പിന്നാലെ തന്നെ വെച്ച് പിടിക്കുന്നുണ്ട് ശ്യാമയും അമൃതയും കൂടി. ഈ സമയം പെട്ടെന്ന് അവർക്ക് ഐശ്വര്യയുടെ വണ്ടി മിസ്സാകുക. എടുത്തി അവരുടെ വണ്ടി കാണുന്നില്ലല്ലോ, എങ്ങോട്ടായിരിക്കും അവരെൻ്റെ മോളെയും കൊണ്ട് പോയിട്ടുണ്ടാവുക. എന്നിട്ട് ശ്യാമ കാറിൻ്റെ അവിടെയുള്ള ഡ്രോ തുറന്ന് അതിൻ്റെ ഉള്ളിൽ നിന്നൊരു തോക്കെടുക്കുവാണ്. അതുകൊണ്ട് അമൃതാകെ പേടിച്ച് നിൽക്കുവാണ്. അന്നേരം ശ്യാമ പറയണേ, എൻ്റെ അഖിൽ സാറിന് എനിക്ക് നഷ്ടപ്പെട്ട അന്ന് തൊട്ട് ഞാൻ ഈ തോക്ക് കയ്യിൽ സൂക്ഷിച്ചു വെച്ചതാ. എൻ്റെ എല്ലാ സന്തോഷങ്ങളും നഷ്ടപ്പെടുത്തിയത് ഐശ്വര്യടുത്തിയാണ്. എൻ്റെ മോളെ കണ്ടുപിടിക്കണം, എന്നെങ്കിലും ഒരിക്കൽ അവളെ കാണണം എന്ന ആഗ്രഹത്തിലാണ് ഇതുവരെ ഞാനിത് അവർക്ക് നേരെ പ്രയോഗിക്കാതിരുന്നത്. പക്ഷേ ഇപ്പോൾ അവരെൻ്റെ മോളെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുക. ഇനിയും എനിക്കിത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. ഇന്നത്തോടെ അവരുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുക്കും. ഇനി എൻ്റെ മോൾക്ക് പിന്നാലെ ഐശ്വര്യ എന്ന നിഴൽ ഉണ്ടാകാൻ പാടില്ല. എൻ്റെ മോളെ രക്ഷിക്കാനായിട്ട് ഞാൻ എന്തും തന്നെ ചെയ്യും. അതിന് ഞാൻ ഭയന്ന് നിൽക്കില്ല. ഞാൻ ആരാണെന്ന് ഐശ്വര്യനെ അറിയിക്കും. അങ്ങനെ പറഞ്ഞ് ദേഷ്യത്തിൽ ആ തോക്കും പിടിച്ച് നിൽക്കുവാണ് കേട്ടോ ശ്യാമ. അങ്ങനെ ശ്യാമ നേരെ ഐശ്വര്യ താമസിക്കുന്ന ആ ഒരു വീട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതേ സമയം ഐശ്വര്യ രാധികയും കുട്ടി ആ വീട്ടിലെത്തുവാണ്. അവിടെ ടേബിളിൻ്റെ അവിടെ ഉള്ളൊരു കസേരയിൽ രാധിക ഇരിക്കുവാണ് കേട്ടോ. ഈ സമയം സോണിയ മാലതിയൊക്കെ അവിടെ നിൽക്കുന്നുണ്ടാവും. അന്നേരം ഐശ്വര്യ പ്രമാണങ്ങളുമായിട്ട് അവിടെ എത്തുക. അത് രാധികയുടെ മുമ്പിലേക്ക് വെച്ചിട്ട് അതിൽ ഒപ്പിടാൻ പറയുവാണ് കേട്ടോ. മര്യാദക്ക് ഈ പേപ്പറിലെല്ലാം ഒപ്പിട്ടോളണം. അന്ന് ഞാൻ നിന്നോട് മര്യാദക്ക് ഒപ്പിടാൻ പറഞ്ഞതാ, എന്നാൽ അപ്പം നീ അത് കേട്ടില്ല. വെറുതെ എൻ്റെ മുറ മാറ്റരുത്, വേഗം എല്ലാ പേപ്പറിലും ഒപ്പിടും. ഈ സമയം രാധികയുടെ മനസ്സിൽ ഫിദ പറഞ്ഞ വാക്കുകളൊക്കെ എത്തുവാണ് കേട്ടോ. ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് 3-4 വട്ടം ആലോചിക്കണം. ചെയ്യാൻ പോകുന്ന കാര്യം ശരിയാണെന്നുള്ള ഉത്തമ ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഓർത്ത് രാധിക ആ പേപ്പറിൽ ഒപ്പിടാതെ പേന താഴെ വെക്കുവാണ് കേട്ടോ. അത് കണ്ട് ഐശ്വര്യ രാധികനെ ഭീഷണിപ്പെടുത്തുക. നിന്നോടല്ലേ പറഞ്ഞത് ഒപ്പിടാൻ? ഇല്ല, ഞാൻ ഒപ്പിടില്ല. ദേ, മര്യാദക്ക് ഒപ്പിടുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ നിന്നെ പിന്നെ ജീവനോട് പോലും വെച്ചേക്കില്ല. ശരി, ഞാൻ ഒപ്പിടാം. പക്ഷേ ഒപ്പിടുന്നതിന് മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ അറിയണം. എൻ്റെ അച്ഛൻ എന്താ സംഭവിച്ചത്, എൻ്റെ അമ്മ ആരാണ്, എല്ലാ സത്യങ്ങളും എനിക്കറിയണം. എന്നാൽ മാത്രമേ ഞാൻ ഒപ്പിടൂ. എടി, നീ എന്നെക്കൊണ്ട് ദേഷ്യം പിടിപ്പിക്കല്ലേ. മര്യാദക്ക് നിന്നോട് ഒപ്പിട്. നിന്നോടിപ്പോൾ ഒന്നും പറയാൻ എനിക്ക് സൗകര്യമില്ല. അങ്ങനെയാണെങ്കിൽ ഞാനിതിൽ ഒപ്പിടില്ല. അതേക്കുന്നതും ഐശ്വര്യക്ക് ദേഷ്യം വന്ന് രാധികയുടെ കരണത്തിട്ടൊന്ന് പൊട്ടിക്കുവാണ്. എന്നിട്ട് അവിടെ ഇരിക്കുന്ന കത്തിയെടുത്ത് രാധികയുടെ കഴുത്തി വെക്കുക. ദേ, മര്യാദക്ക് ഞാൻ പറയുന്നതനുസരിച്ച് വേണം, ഇല്ലെങ്കിലേ നിന്റെ കഴുത്തിറക്കാൻ പോലും എനിക്കൊരു മടിയില്ല. മര്യാദക്ക് ഒപ്പിടട്ടി, നിന്നോടല്ലേ ഒപ്പിടാൻ പറഞ്ഞത്. അങ്ങനെ ഐശ്വര്യയുടെ പെരുമാറ്റമൊക്കെ കണ്ട് രാധിക ആകെ പേടിച്ചു പോകുവാണ്. രാധിക അങ്ങനെ ഒപ്പിടാമെന്ന് സമ്മതിക്കുവാണ് കേട്ടോ. ഈ സമയത്തായിരിക്കും ശ്യാമയും അമൃതയും ഐശ്വര്യയുടെ വീട്ടിലെ കാറിലെത്തുന്നത്. ഈ സമയം ശ്യാമ ഫിദയുടെ വേഷത്തിലായിരിക്കും കേട്ടോ അവിടെ എത്തിയിട്ടുണ്ടാവുക. അങ്ങനെ ആ തോക്കും എടുത്ത് ശ്യാമയും അമൃതയും അവിടെ കാറിൽ നിന്നും ഇറങ്ങി അകത്തേക്ക് കയറുവാണ്. ഈ സമയം അവരകത്തേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ച രാധികയോട് ഒപ്പിടാൻ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ഐശ്വര്യ ആയിരിക്കും കേട്ടോ. ഈ സമയം രാധികയാണെങ്കിൽ ഒപ്പിടാനായിട്ട് ആ പേന കയ്യിലെടുക്കുവാണ്. അന്നേരം ഒപ്പിടാതെ മടിച്ചു നിൽക്കുന്ന രാധികയോട് വീണ്ടും ഐശ്വര്യ അലറി വിളിക്കുക. നിന്നോടല്ലടി മര്യാദക്ക് ഒപ്പിടാൻ പറഞ്ഞത്. ഈ സമയം ശ്യാമ പെട്ടെന്ന് ഐശ്വര്യ എന്നും പറഞ്ഞ് അലറി വിളിക്കുവാണ് കേട്ടോ. അങ്ങനെ ശ്യാമയെ കാണുന്നതും ആകെ ഭയന്ന് വീണ്ടും പ്ലാനെല്ലാം തകർന്നല്ലോ എന്നും പറഞ്ഞ് ടെൻഷനോട് നിൽക്കുവാണ് ഐശ്വര്യ. ഈ സമയം ഫിദ മേഡം വന്നത് കാണുന്നതും ഒത്തിരി സന്തോഷമാകുവാണ് കേട്ടോ രാധികയ്ക്ക്. അങ്ങനെ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്